ഇന്ന് വളരെ പവിത്രതയുള്ള ഒരായത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ആയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, രോഗിയായിരിക്കെ 40 തവണ ഈ ആയത്ത് ഓതിയാൽ ആ രോഗത്തിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. ഇനി ആ രോഗത്തിൽ മരണപ്പെടാനല്ല, അള്ളാഹു ഒരുപാട് ദീർഘായുസ് അവന് നൽകി, അങ്ങനെ ആ രോഗം അവന് മാറി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവന്റെ മുൻകാല ദോഷങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, അങ്ങനത്തെ ഒരു ആയത്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുന്നതോടുകൂടെ ജീവിതത്തിൽ നിങ്ങളിത് പകർത്താൻ നീയത്തെടുക്കും എന്ന ആ ഒരു ശുഭാപ്തിയോടെയാണ് ഞാൻ തുടങ്ങുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇതിനകം ഈ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട്, കിഡ്നി രോഗികളുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ എങ്ങനെ നമുക്ക് കിഡ്നി ഡിസീസ് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണെങ്കിലും ഏത് രോഗങ്ങളാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരു വാർത്ത കേട്ട് നമ്മൾ ഷോക്കാവുമ്പോൾ പെട്ടെന്ന് ആ രോഗം മാറിക്കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ മഹത്വമുള്ള, നല്ല ഫലമുള്ള, നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു അമലും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർ ഈ ചാനലിൽ പോയി നോക്കിയാൽ, ഇതിൻ്റെ താഴേക്ക് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നന്മകൾ ധാരാളം ചെയ്യാനും അള്ളാഹുവിലേക്ക് അടുത്ത് ധാരാളം ദിക്റുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോസുകൾ കണ്ട്, ബിസ്മിയുടെ വീഡിയോസ്, അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ചെയ്ത ഒരുപാട് വീഡിയോകൾ കണ്ടിട്ട് അമലുകൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ, നല്ല ഫലം കിട്ടിയ അനുഭവങ്ങൾ ഓരോ ദിവസവും പറയുന്നുണ്ട്. ഞാനത് പല സ്ഥലങ്ങളിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് സന്തോഷ വാർത്തകൾ അറിയിക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലത്തെ വീഡിയോക്ക് താഴെ കുറച്ച് ആളുകളൊക്കെ എഴുതി അറിയിച്ചിരുന്നു, ഉസ്താദ് എൻ്റെ ഉമ്മാക്ക് കിഡ്നി ഫെയിലായിട്ട് ഇപ്പോൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കിഡ്നി മാറ്റി വെച്ചിട്ട് ഉസ്താദെ 7 വർഷമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ അവരുടെ വിഷമങ്ങളൊക്കെ എഴുതി അറിയിച്ചിരുന്നു. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ആജിലായി ശിഫ നൽകണമല്ലോ. അതിൻ്റെ കൂട്ടത്തിലെ ഒരു കുടുംബം, അവരുടെ 15 വയസ്സായൊരു മകന് ജന്മനാ ഇടത് കിഡ്നിയിൽ ചെറിയ നീർക്കെട്ട് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് പോകുന്നു. എല്ലാം സുഖമാവാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറയുന്ന കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ചല്ല, അതാർക്കും എപ്പോഴും വരാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോംവഴി. അപ്പോൾ കാണാത്തവർക്ക് ആ വീഡിയോ പോയി കാണുക എന്ന് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, ഈ ആയത്ത് 40 തവണ ചൊല്ലിയാൽ, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആയത്താണ്, പക്ഷെ നമ്മൾ ഈ ഒരു വിഷയം അതിനെക്കുറിച്ച് ഒരു പക്ഷേ ആദ്യത്തെ അറിവായിരിക്കാം, കേട്ടവരുണ്ടാകാം. എന്താണെങ്കിലും ജീവിതത്തിൽ പകർത്തുക. നല്ലൊരു അറിവ് കിട്ടുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സതിലേക്ക് വെമ്പൽ കൊള്ളുന്നത്, മനസ്സതിലേക്ക് വരുന്നത് അൽഹംദുലില്ലാഹ് അത് നല്ലൊരു അടയാളമാണ്, നല്ല ലക്ഷണമാണ്. നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ അള്ളാഹുവിനോടുള്ള വിശ്വാസവും ഈ ദീനിനോടുള്ള പ്രതിബദ്ധതയും കൂറൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് അതൊക്കെ ഇൻഷാ അല്ലാഹ്. ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത് സൂറത്തുൽ അംബിയായിലെ 87ാമത്തെ ആയത്ത് ഞാനതൊരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഈ ആയത്താണത്, നിങ്ങൾക്കൊക്കെ അറിയാം ഈ ആയത്ത്. സൂറത്തുൽ അംബിയായിലെ 87ാമത് ആയത്ത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമുക്കൊക്കെ അറിയാം, നമ്മൾ കാണാതെ പഠിച്ചു വെച്ചതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ഈ ആയത്ത് 40 തവണ ഒരാൾ രോഗിയായിരിക്കെ ചൊല്ലിയാൽ, ആ രോഗത്തിലാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ അജ്റു ഷഹീദ്,
അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകപ്പെടും. ഇനി ആ രോഗം അവന് ശിഫയായി, ആ രോഗം അവന് മാറി. ആ രോഗത്തിലാണല്ലോ അവൻ ചെല്ലിയത്. അള്ളാഹുവിന്റെ ഖദർ ഖളാ, അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ച് രോഗം മാറാനായിരുന്നു വിധി. അങ്ങനെ രോഗം മാറിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുഫിറ ലഹു ജമീഉ ദുനൂബിഹി, അവന്റെ എല്ലാ ദോഷങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ ആ ദിക്റിന്റെ ഒരു മഹത്വം. അത് ഒന്നാമത് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. ഈ ഒരു ആയത്ത് കൊണ്ട് ഒരുപാട് അമലുകളുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒരുപാട് അമലുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മള് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ കിടക്കുന്ന സമയത്ത് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് രക്ഷ നേടാൻ ഇതുകൊണ്ടുള്ള അമല് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞത് വേറൊരു അമലാണ്. മഹാനരായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദിക്റിനെ അതിങ്ങനെ ധാരാളമായിട്ട് ആവർത്തിച്ച് ഒരുപാട് തവണ ചൊല്ലിയപ്പോഴാണല്ലോ മഹാനരായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മത്സ്യവയറ്റിൽ നിന്നും രക്ഷ ലഭിച്ചത്. അപ്പോ ഓരോന്നോരോ കാരണങ്ങളാണ്. നമ്മൾ ഓരോ കാരണങ്ങളുമായി എപ്പോഴും ബന്ധപ്പെടണം. ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ആഗ്രഹങ്ങൾ നിറവേറാൻ എത്രയോ അമലുകൾ, ബിസ്മിയുടെ അമല് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്ത അമൽ അതായിരിക്കും. സൂറത്തുൽ ഫത്ഹിന്റെ അമല്, തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട അമല്, യാ ലത്തീഫുമായി ബന്ധപ്പെട്ട അമല്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ ഏത് ആഗ്രഹവും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അമലുകളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഓരോ കാരണങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ. അപ്പൊ ഏത് കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് അമലുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക, അല്ലെങ്കിൽ അള്ളാഹു ഏത് വിഷയവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരിക എന്നുള്ളത് നമുക്ക് അറിയൂല. അതുകൊണ്ട് തന്നെ അറിവുകൾ ലഭിക്കുമ്പോൾ, അത്തരം വിഷയങ്ങൾ അറിയുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് മുന്നിട്ട് വരുമ്പോൾ നമ്മൾ അള്ളാഹു കാണുകയാണല്ലോ. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ. അപ്പോ അള്ളാഹുവിനെ തന്നെ ഇവന് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇതിന് ശ്രമിക്കുന്നുണ്ട് എന്ന ആ തോന്നലും ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ തഖ്വയൊക്കെ കണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധൂകരിച്ച് കിട്ടും. അത് സാക്ഷാത്കരിക്കപ്പെടും. അപ്പൊ അതിന് ചെയ്യേണ്ടത് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ അമലും ചെയ്യുമ്പോൾ അതിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ സൂറത്തുൽ അംബിയായിലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ഈ ആയത്ത് അത് 40 മറ, ആരെങ്കിലും 40 തവണ അത് ചൊല്ലിയാൽ ഫമാത ഫീ മർളിഹി മിൻ മർളിഹി, അങ്ങനെ ആ രോഗത്തിലായി അവൻ മരണപ്പെടുകയും ചെയ്താൽ ഉഅ്തിയ അജ്റു ഷഹീദ്, അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകപ്പെടും. അപ്പോ നമ്മളൊക്കെ എന്ത് രോഗം വന്നാലും നമ്മളെ എപ്പോഴാണ് മരണപ്പെടുക എന്ന് അറിയാൻ പറ്റുമോ? ഏത് രോഗങ്ങൾ വന്നാലും ഇതെല്ലാവർക്കും കാണാതെ അറിയുന്ന ആയത്തല്ലേ. 40 തവണ ചൊല്ലാൻ 3 മിനിറ്റ് ആവശ്യം ഉണ്ടാകുമോ? 5 മിനിറ്റിനുള്ളിൽ ചൊല്ലി തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റിനുള്ളിൽ അത് കൃത്യമായിട്ട് 40 തവണ ചൊല്ലാം. ഇനി രണ്ടാണെങ്കിലും ഹൈറാണ്. അള്ളാഹു ഹൈറിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യാം. നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല? അള്ളാഹു എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് മരണത്തിനെ കൊതിക്കാൻ പാടില്ല എന്നാണ്. ഒരാളും മരണത്തിന് കൊതിക്കരുതെന്ന് വളരെ ശക്തമായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇനി അങ്ങനെ അത്രയും പ്രയാസപ്പെട്ട ഘട്ടത്തിലാണെങ്കിൽ ഇൻകാനത്തിൽ ഹയാത്തു ഖൈറല്ലി, എനിക്ക് ഹയാത്താണ്, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ, അല്ലെങ്കിൽ എന്നെ ഖൈറിലേക്ക് അടുപ്പിക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്യാന്നല്ലാതെ മരണത്തിന് കൊതിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഉടൻ ചെയ്യേണ്ടത് ഈ ഒരു ദിക്ർ. നമ്മൾ പല പ്രതിസന്ധികളിലും പെടില്ല. ആ സമയത്ത് ഈ ഒരു ആയത്തിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അതൊരു 40 തവണ ചൊല്ലുക. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി രോഗം മാറി, എന്നാൽ നമ്മുടെ ദോഷങ്ങൾ വെറുക്കപ്പെടണം. എന്താണ് ഇതിന്റെ ശ്രേഷ്ഠത? എന്താ? ഇത് 40 തവണ ചൊല്ലിയാൽ ഇത് നമ്മളെ ആ രോഗത്തിൽ മരണപ്പെടാനാണ് നമ്മുടെ വിധി എന്നുണ്ടെങ്കിൽ നമുക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും. ഇനി നമുക്ക് മരണമല്ല ജീവിതമാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇനി ആയുസ്സാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ വെറുക്കപ്പെടും. അപ്പൊ രണ്ടാണെങ്കിലും നമുക്ക് ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത് കൊണ്ടുള്ള മറ്റൊരു അമലാണ് പറയുന്നത്. കൃത്യമായിട്ട് കേൾക്കുക.
നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസത്തിൽ ബുദ്ധിമുട്ടിൽ പെട്ടു, നമ്മുടെ മോന്, നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ, അവര് പെട്ടെന്ന് എന്തോ ഒരു വിഷയത്തിൽ കള്ളക്കേസിലോ മറ്റോ പെട്ട് ജയിലിൽ പെട്ടുപോയി. എന്നാൽ ജയിലിൽ പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ്, കൃത്യമായി കേട്ടോ. അങ്ങനെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1000 തവണ ഓരോ ദിവസവും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത് ആ ഒരു പ്രത്യേക നിയ്യത്ത് കരുതി ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ മോചനം സാധ്യമാകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഊരി വരാൻ, രക്ഷപ്പെട്ട് വരാൻ സാധിക്കൂല എന്ന് തോന്നുന്ന അത്തരം വിഷയങ്ങളിൽ അകപ്പെട്ടു എന്ന് സങ്കല്പിക്കാം. അങ്ങനെയൊക്കെ അകപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും. ചതികളിലൊക്കെ പെട്ട് ആളുകളൊക്കെ പിടിക്കാൻ വരുന്ന അവസ്ഥ അറിയില്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ വന്ന് അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലൊക്കെ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആയത്ത് മുറുകെ പിടിച്ചാൽ മതി. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുകിൽ 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആ ഒരു ദിക്ർ 1000 തവണ ചൊല്ലുക. അല്ലാന്നുണ്ടെങ്കിൽ സുബ്ഹിക്ക് ശേഷം 100 തവണയും. ഈ 2 രൂപത്തിലും കാണുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. സുബ്ഹിക്ക് ശേഷം 100 തവണയും മഗ്രിബിന് ശേഷം 100 തവണയും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത് ആ നല്ല നിയ്യത്തിൽ കരുതാം. എൻ്റെ മോനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ജാമ്യ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ജയിലിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന നിയ്യത്തിൽ. അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഇങ്ങനെ കടവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ്, ഇന്ന് അവിടുന്ന് ആള് അന്വേഷിക്കാൻ വേണ്ടി വരും, അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വല്ല കേസുകളിലൊക്കെ അകപ്പെട്ട് പോലീസ് തെരഞ്ഞ് നടക്കുന്ന സമയമാണ്, അങ്ങനെ ഇവർ ഒളിവിലാണ്, എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ ഇങ്ങനെയുള്ള ചില ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടല്ലോ, ആരും തിരിഞ്ഞു നോക്കാത്ത ഇടങ്ങറായി നിൽക്കുന്ന സമയം. ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ദിക്ർ പതിവാക്കാൻ പറ്റും. നമുക്ക് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മഹാനരായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ ഒരുപാട് അമ്പിയാക്കൾക്ക്, മുൻകഴിഞ്ഞ ഒരുപാട് മഹാന്മാർക്കൊക്കെ അവരവരുടെ ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി കരുതിയിരുന്ന ആയത്താണ് ഈ ഒരു ആയത്ത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്തുക.